സുഹൃത്തുക്കളെ, എസ് ആൻഡ് സ്റ്റോറീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ചരിത്രത്തിന്റെ താളുകൾ ഇന്നും ജീവനോടെ നിലനിൽക്കുന്ന ഒരു നഗരത്തിലേക്കാണ്. കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിൽ കാവേരി നദിയുടെ നടുവിൽ ഒരു ദ്വീപ് പോലെ സ്ഥിതി ചെയ്യുന്ന ശ്രീരംഗപട്ടണം. ഒരു കാലത്ത് മൈസൂർ രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന ഈ സ്ഥലം ടിപ്പു സുൽത്താന്റെ വീര്യത്തിന്റെയും സ്വാതന്ത്ര്യ സമരത്തിന്റെയും കഥകൾ പറയുന്ന മണ്ണാണ്. കർണാടകയിലെ ചരിത്രവും ആത്മീയതയും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായ ഒരു ക്ഷേത്രമാണിത്, ശ്രീ രംഗനാഥസ്വാമി ക്ഷേത്രം. കാവേരി നദിയുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീരംഗപട്ടണം എന്ന ദ്വീപ് നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് ഈ പുരാതന വിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകളായി ഭക്തരെയും ചരിത്രപ്രേമികളെയും ഒരുപോലെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ പ്രധാന വൈഷ്ണവ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഈ ക്ഷേത്രം ഏകദേശം 9-ാം നൂറ്റാണ്ടിൽ ഗംഗരാജ വംശകാലത്ത് നിർമ്മിക്കപ്പെട്ടതാണെന്ന് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. പിന്നീട് ഹോസല രാജാക്കന്മാരും വിജയനഗര സാമ്രാജ്യവും മൈസൂർ വോഡയാർ ഭരണാധികാരികളും ക്ഷേത്രത്തിന്റെ വികസനത്തിന് വലിയ സംഭാവനകൾ നൽകി. അതുകൊണ്ട് തന്നെ ഇവിടെ കാണുന്ന ശില്പകലയിൽ വിവിധ രാജവംശങ്ങളുടെ സ്വാധീനം വ്യക്തമായിട്ട് കാണാം. ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം നമ്മെ വരവേൽക്കുന്നത് അതിമനോഹരമായ ഗോപുരമാണ്. ദ്രാവിഡ ശൈലിയിലുള്ള ഈ ഗോപുരത്തിന്റെ കൊത്തുപണികൾ പുരാതന ശില്പികളുടെ കരവിരുതിന്റെ ഉത്തമ ഉദാഹരണമാണ്. അകത്തേക്ക് കടക്കുമ്പോൾ വിശാലമായ കൽത്തൂണുകളും മനോഹരമായ മണ്ഡപങ്ങളും നമ്മുടെ ശ്രദ്ധ പിടിച്ചുപറ്റും. ഈ ക്ഷേത്രത്തിന്റെ പ്രധാന പ്രതിഷ്ഠ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ രംഗനാഥ രൂപമാണ്. ഇവിടെ ഭഗവാൻ ആദിശേഷന്റെ മേൽ ശയിക്കുന്ന നിലയിലാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. വിശ്രമിക്കുന്ന ഭാവത്തിൽ കിടക്കുന്ന ഈ രൂപം ഭക്തർക്ക് സമാധാനത്തിന്റെയും ദിവ്യത്വത്തിന്റെയും അനുഭവം പകരുന്നു. ഭഗവാന്റെ പാദങ്ങൾക്ക് സമീപം മഹാലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യമുണ്ട്. ചരിത്രവും വിശ്വാസവും കലയും പ്രകൃതിയും എല്ലാം ഒരുമിച്ച് അനുഭവിക്കാവുന്ന അപൂർവ സ്ഥലമാണ് ശ്രീ രംഗനാഥസ്വാമി ക്ഷേത്രം. മൈസൂർ സന്ദർശിക്കുന്നവർ ശ്രീരംഗപട്ടണത്തിലെ ടിപ്പുവിന്റെയും ചരിത്ര സ്മാരകങ്ങൾക്കൊപ്പം ഈ ക്ഷേത്രവും സന്ദർശിച്ചാൽ യാത്ര കൂടുതൽ സമ്പൂർണമാകും. കാവേരിയുടെ തീരത്ത് നൂറ്റാണ്ടുകളായി ഭക്തരുടെ പ്രാർത്ഥനകൾ കേട്ടുനിൽക്കുന്ന ഈ മഹാക്ഷേത്രം ഇന്നും ആത്മീയതയുടെ പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് ചരിത്രത്തിന്റെ ഇരുണ്ട ഏടുകൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. ശ്രീരംഗപട്ടണത്തിലെ പ്രശസ്തമായ കേണൽ ബെയ്ലിയുടെ ഡഞ്ചൺ, അതായത് ഭൂഗർഭ തടവറ. ഒരു കാലത്ത് ബ്രിട്ടീഷ് യുദ്ധ തടവുകാരുടെ നിലവിളികൾ മുഴങ്ങിയിരുന്ന ഈ ഭൂഗർഭ തടവറ ഇന്നും സന്ദർശകരെ വിസ്മയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. കേണൽ ബെയ്ലീസ് ഡഞ്ചൺ സ്ഥിതി ചെയ്യുന്നത് ശ്രീരംഗപട്ടണ കോട്ടയുടെ വടക്കു ഭാഗത്താണ്. ടിപ്പു സുൽത്താന്റെ ഭരണകാലത്ത്, പ്രത്യേകിച്ച് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളിൽ പിടിയിലായ ബ്രിട്ടീഷ് സൈനികരെയും ഉദ്യോഗസ്ഥരെയും തടവിലിടാനാണ് ഈ ഭൂഗർഭ തടവറ ഉപയോഗിച്ചിരുന്നത്. 1780 നടന്ന പ്രശസ്തമായ പോളിലൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയ്ക്ക് വലിയ തോൽവി നേരിട്ടു. ആ യുദ്ധത്തിൽ പിടിയിലായ ബ്രിട്ടീഷ് ഓഫീസറായ കേണൽ വില്യം ബെയ്ലിയെ ഇവിടെ തടവിലാക്കി. പിന്നീട് തടവറയിലെ ദുരിതപൂർണമായ സാഹചര്യങ്ങളിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ തടവറയ്ക്ക് ബെല്ലിയുടെ ഡഞ്ചൻ എന്ന പേര് ലഭിച്ചത്. ഇവിടെ കാണുന്ന ഫലകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: In this dungeon were confined for many years the British officers taken prisoner by Tipu Sultan. അതായത് ടിപ്പു സുൽത്താൻ തടവിലാക്കിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ വർഷങ്ങളോളം ഈ തടവറയിൽ ഒതുങ്ങി എന്നർത്ഥം. കൂടെയുള്ള ഗൈഡ് ഈ ഭൂഗർഭ തടവറയുടെ സ്ഥലത്തിന്റെ പ്രത്യേകത വിവരിക്കുകയാണ്. ഈ പ്രദേശം കാവേരി നദിയാൽ ചുറ്റപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആർക്കും ഈ പ്രദേശം കീഴടക്കാൻ കഴിയില്ല. കൂടാതെ പല സ്ഥലങ്ങളിലും കിടങ്ങുകൾ കുഴിച്ചിട്ടുണ്ട്. ആ കാണുന്നതെല്ലാം പഴയ കാലത്തെ കിടങ്ങുകളാണ്. അന്നതിൽ വെള്ളം നിറച്ചിരുന്നു എന്നും പറയപ്പെടുന്നു. അകലെ കാണുന്നത് കാവേരി നദിയാണ്.
നമുക്ക് ഡഞ്ചനുള്ളിലേക്ക് കടക്കാം. ഭൂമിക്കടിയിലേക്ക് കുറച്ച് പടികൾ ഇറങ്ങിയാൽ ഇഷ്ടികയും ചുണ്ണാമ്പും ഉപയോഗിച്ച് നിർമ്മിച്ച നീണ്ട മുറി കാണാം. അകത്ത് നിരയായി നിൽക്കുന്ന മനോഹരമായ വളവുകളും കമാനങ്ങളും ഒരു പ്രത്യേക ശില്പ സൗന്ദര്യം നൽകുന്നുണ്ടെങ്കിലും ഈ സൗന്ദര്യത്തിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് വേദനയുടെ കഥകളാണ്. ഡഞ്ചന്റെ ചുവരുകളിൽ ഇന്നും ഇരുമ്പ് ചങ്ങലകൾ ഘടിപ്പിച്ചിരുന്ന കല്ലിലെ ദ്വാരങ്ങൾ കാണാൻ കഴിയും. തടവുകാരെ ഈ ദ്വാരങ്ങളോട് ബന്ധിപ്പിച്ചിട്ട് ആണ് വെച്ചിരുന്നത്. അന്ന് എങ്ങനെയാണ് തടവുകാരെ കെട്ടിയിരുന്നതെന്ന് ഗൈഡ് കാണിച്ചു തരികയാണ്. ചില ചരിത്രരേഖകൾ പ്രകാരം തടവുകാരെ കഴുത്തോളം വെള്ളത്തിൽ നിർത്തി പീഡിപ്പിച്ചിരുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ തടവറയുടെ മറ്റൊരു പ്രത്യേകത അതിന്റെ സ്ഥാനം തന്നെയാണ്. കോട്ടയുടെ സുൽത്താൻ ബാറ്ററി എന്നറിയപ്പെട്ടിരുന്ന പ്രതിരോധ ഭാഗത്തിന്റെ താഴെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പുറത്തുനിന്ന് നോക്കിയാൽ എളുപ്പത്തിൽ കാണാൻ കഴിയാത്ത വിധത്തിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഈ ഘടന യുദ്ധകാല സുരക്ഷാ സംവിധാനങ്ങളുടെ മികവ് വ്യക്തമാക്കുന്നു. 1799 ശ്രീരംഗപട്ടണത്തെ ബ്രിട്ടീഷ് സൈന്യം ആക്രമിച്ചപ്പോൾ കോട്ട കനത്ത പീരങ്കി ആക്രമണത്തിന് വിധേയമായി. അന്നത്തെ ഒരു പീരങ്കി ഡഞ്ചണിന്റെ മേൽക്കൂര തുളച്ചു കയറിയത്രേ. ആ കേടുപാടിന്റെ അടയാളങ്ങൾ ഇന്നും ഇവിടെ കാണാം. ഈ സ്ഥലം സന്ദർശിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു പഴയ കെട്ടിടം മാത്രമല്ല, അധികാരത്തിന്റെയും യുദ്ധത്തിന്റെയും വിജയപരാജയങ്ങളുടെയും മനുഷ്യജീവിതത്തിന്റെ വിലയുടെയും കഥകളാണ്. ടിപ്പു സുൽത്താന്റെ ധീരതയെക്കുറിച്ചും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ വിപുലീകരണത്തെക്കുറിച്ചും നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. എന്നാൽ ആ ചരിത്രത്തിന്റെ മനുഷ്യവശം മനസ്സിലാക്കാൻ ഇത്തരം സ്ഥലങ്ങൾ നമ്മെ സഹായിക്കുന്നു. ഇന്ന് ഡഞ്ചൻ നന്നായി സംരക്ഷിക്കപ്പെട്ട ഒരു ചരിത്ര സ്മാരകമാണ്. ശ്രീരംഗപട്ടണം സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്കും ചരിത്രപ്രേമികൾക്കും ഇത് നിർബന്ധമായും കാണേണ്ട ഒരു സ്ഥലമാണ്. അങ്ങനെ ചരിത്രത്തിന്റെ ഇരുണ്ട ഇടനാഴിയിലൂടെ ഒരു ചെറിയ യാത്ര നടത്തി നാം വീണ്ടും പുറത്തേക്ക് വരികയാണ്. യുദ്ധങ്ങൾ അവസാനിച്ചെങ്കിലും അവയുടെ ഓർമ്മകൾ ഇന്നും ഈ ചുവരുകൾക്കിടയിൽ ജീവിച്ചിരിപ്പുണ്ട്. ഇനി നമ്മൾ സന്ദർശിക്കുന്നത് ശ്രീരംഗപട്ടണത്തിലെ ഏറ്റവും ശാന്തവും അതേസമയം ചരിത്രത്തിന്റെ ഭാരവും പേറുന്ന ഒരു സ്ഥലമാണ് ഗുംബസ് അഥവാ ടിപ്പു സുൽത്താന്റെ ശവകുടീരം. ശ്രീരംഗപട്ടണത്തിന്റെ ചരിത്രഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മനോഹര സ്മാരകം മൈസൂർ സാമ്രാജ്യത്തിന്റെ രണ്ട് മഹാനായ ഭരണാധികാരികളായ ഹൈദരലിയുടെയും ടിപ്പു സുൽത്താന്റെയും ഓർമ്മകൾ ഇന്നും സൂക്ഷിച്ചു വയ്ക്കുന്നു. ആദ്യം ഈ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മെ ആകർഷിക്കുന്നത് അതിന്റെ മനോഹരമായ പൂന്തോട്ടമാണ്. വിശാലമായ ഉദ്യാനത്തിന്റെ മധ്യഭാഗത്തായി ഉയർന്ന പീഠത്തിന്മേൽ ഗംഭീരമായി നിൽക്കുന്ന ഈ സ്മാരകം ശാന്തതയുടെയും രാജകീയതയുടെയും ഒരു അപൂർവ സംഗമമാണ്. 1782 മുതൽ 1784 വരെയുള്ള കാലഘട്ടത്തിലാണ് ടിപ്പു സുൽത്താൻ ഈ ഗുംബസ് നിർമ്മിച്ചത്. തന്റെ പിതാവായ ഹൈദരലിക്കും മാതാവായ ഫക്റിൻ നിസയ്ക്കും വേണ്ടിയായിരുന്നു ഈ ശവകുടീരം നിർമ്മിച്ചത്. എന്നാൽ വിധിയുടെ ഒരു വിചിത്രത പോലെ 1799 ശ്രീരംഗപട്ടണ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ടിപ്പു സുൽത്താനും പിന്നീട് മാതാപിതാക്കളുടെ അരികിൽ ഇവിടെ തന്നെ അന്ത്യവിശ്രമം കൊള്ളുകയുണ്ടായി. ഈ കാണുന്ന ശവകുടീരങ്ങൾ ടിപ്പുവിന്റെ കാലത്തെ ഭടന്മാരുടേതാണെന്ന് പറയപ്പെടുന്നു. ഒരുപാട് ശവകുടീരങ്ങൾ നിങ്ങൾക്ക് ഈ മൈതാനത്തിൽ കാണാൻ സാധിക്കും. ചെരുപ്പുകളൊക്കെ വയ്ക്കാൻ വേണ്ടി ഇവിടെ പ്ലാസ്റ്റിക്കിന്റെ കൊട്ടകൾ വെച്ചിട്ടുണ്ട്. അതിലെല്ലാം നമുക്ക് സൂക്ഷിച്ചതിന് ശേഷം നമുക്ക് ഗുംബസിനുള്ളിലേക്ക് കടക്കാം. അകത്ത് പ്രവേശിക്കുമ്പോൾ ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത്
ഗുംബസിന്റെ ഭംഗി തന്നെ. പേർഷ്യൻ, ഇസ്ലാമിക, ദക്ഷിണ വാസ്തുശൈലികളുടെ മനോഹരമായ സംയോജനമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഗുംബസിനോട് ചേർന്ന് തന്നെ മസ്ജിദ് എ അക്സ എന്ന മനോഹരമായ പള്ളിയും സ്ഥിതി ചെയ്യുന്നു. ടിപ്പു സുൽത്താൻ തന്നെ നിർമ്മിച്ച ഈ പള്ളി ഈ സമുച്ചയത്തിന്റെ ആത്മീയ ഭംഗി വർദ്ധിപ്പിക്കുന്നു. കറുത്ത ഗ്രാനൈറ്റ് കല്ലിൽ തീർത്ത മനോഹരമായ 36 തൂണുകൾ ഈ മഹത്തായ ഗുംബസിനെ താങ്ങി നിർത്തുന്നു. ആ കാണുന്നതെല്ലാം അന്നത്തെ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലമാണെന്നാണ് ഗൈഡ് പറഞ്ഞു തന്നത്. അകത്തേക്ക് ക്യാമറ കൊണ്ടുപോകാൻ യാതൊരു നിവൃത്തിയുമില്ല. മധ്യഭാഗത്താണ് 3 പ്രധാന ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. നടുവിൽ ഹൈദർ അലിയുടെ ശവകുടീരം, ഒരു വശത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ ഫക്രിൻ നിസയുടെ ശവകുടീരം, മറുവശത്ത് ടിപ്പു സുൽത്താന്റെ ശവകുടീരം. ഈ 3 കല്ലറകളും മൈസൂർ സാമ്രാജ്യത്തിന്റെ ചരിത്രം നിശബ്ദമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ പഴയ കാലത്തെ സമയം അറിയാൻ ഉപയോഗിച്ചിരുന്ന ഒരു കല്ല് കാണാം. അതിനു നടുവിൽ ഒരു ചെറിയൊരു മരക്കഷ്ണം വച്ചിരിക്കുന്നു. നിഴല് നോക്കി സമയം അറിയുമായിരുന്നത്രേ. ഗുംബസിന്റെ ചുറ്റുപാടുകളിലും നിരവധി കല്ലറകൾ കാണാം. ടിപ്പു സുൽത്താന്റെ കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, രാജകുടുംബവുമായി ബന്ധപ്പെട്ട മറ്റു വ്യക്തികൾ എന്നിവരുടെ ശവകുടീരങ്ങളാണിവ. ഓരോ കല്ലറയും ചരിത്രത്തിന്റെ ഓരോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 1799 ശ്രീരംഗപട്ടണം ബ്രിട്ടീഷ് സൈന്യത്തിന്റെ കൈവശമായപ്പോൾ ടിപ്പു സുൽത്താന്റെ ജീവിതം അവസാനിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇല്ലാതായില്ല. ബ്രിട്ടീഷുകാർ പോലും അദ്ദേഹത്തെ പൂർണ്ണമായ സൈനിക ബഹുമതികളോടെയാണ് ഇവിടെ സംസ്കരിക്കാൻ അനുവദിച്ചത്. അന്നത്തെ ശവസംസ്കാര ചടങ്ങുകൾ ചരിത്രത്തിലെ ശ്രദ്ധേയമായ സംഭവങ്ങളിലൊന്നായി ഇന്നും ഓർക്കപ്പെടുന്നു. ഇന്ന് ഗുംബസ് സന്ദർശിക്കുന്ന ഓരോരുത്തർക്കും ഇവിടെ ഒരു പ്രത്യേക അനുഭവമാണ് ലഭിക്കുന്നത്. യുദ്ധങ്ങളുടെയും രാഷ്ട്രീയ പോരാട്ടങ്ങളുടെയും കഥകൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മയ്ക്കിടയിൽ ഒരു അസാധാരണമായ നിശബ്ദതയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. കാരണം ഇവിടെ നാം കാണുന്നത് ഒരു ശവകുടീരം മാത്രമല്ല, ഒരു കാലഘട്ടത്തിന്റെ അവസാന അധ്യായമാണ്. കാലം കടന്നുപോയാലും ഹൈദരലിയുടെയും ടിപ്പു സുൽത്താന്റെയും കഥകൾ ഈ ഗുംബസിന്റെ നിഴലിൽ ഇന്നും ജീവിച്ചിരിക്കുന്നു. ഗുംബസിന് പുറത്ത് ധാരാളം ശവകുടീരങ്ങളുണ്ട്. അതൊക്കെ ടിപ്പുവിന്റെ കുടുംബമായി ബന്ധമുള്ളവരുടെയാണ്. അങ്ങനെ ചരിത്രത്തിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ ഗുംബസിൽ നിന്ന് നമ്മൾ യാത്ര തുടരുകയാണ്. ഗുംബസിന് പുറത്ത് കുതിരസവാരിക്കുള്ള സൗകര്യങ്ങളുണ്ട്. 100 രൂപയ്ക്ക് നമുക്ക് കുതിരസവാരി നടത്താം. ഞാനും മക്കളും കുതിരസവാരി നടത്തി. മോള് കുതിരസവാരി നന്നായിട്ട് ആസ്വദിച്ചു. ഇനി നമ്മൾ സന്ദർശിക്കുന്നത് ശ്രീരംഗപട്ടണത്തിലെ ഏറ്റവും മനോഹരവും ചരിത്ര പ്രാധാന്യവുമുള്ള ഒരു സ്മാരകമാണ്. ടിപ്പു സുൽത്താന്റെ വേനൽക്കാല കൊട്ടാരം അഥവാ ദരിയ ദൗലത് ബാഗ്. കാവേരി നദിയുടെ തീരത്ത് പച്ചപ്പാർന്ന ഉദ്യാനങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൊട്ടാരം ടിപ്പു സുൽത്താന്റെ കലാപ്രേമത്തിന്റെയും വാസ്തുവിദ്യ കാഴ്ചപ്പാടിന്റെയും മികച്ച ഉദാഹരണമാണ്. ദരിയ ദൗലത് ബാഗ് എന്ന പേരിന്റെ അർത്ഥം തന്നെ സമ്പത്തിന്റെ സമുദ്ര പൂന്തോട്ടം എന്നാണ്.
ശ്രീരംഗപട്ടണം ടിപ്പു സുൽത്താന്റെ തലസ്ഥാനമായിരുന്ന കാലഘട്ടത്തിൽ വിശ്രമത്തിനും ഭരണകാര്യങ്ങൾക്കും അതിഥികളെ സ്വീകരിക്കാനുമായി ഈ കൊട്ടാരം ഉപയോഗിച്ചിരുന്നു. ഹൈദരലി ആരംഭിച്ച നിർമ്മാണം ടിപ്പു സുൽത്താൻ 1784 പൂർത്തിയാക്കി. ആദ്യമായി ഈ കൊട്ടാരം കാണുമ്പോൾ തന്നെ ഒരു കാര്യം നമ്മെ അത്ഭുതപ്പെടുത്തും. വലിയ കൽമതിലുകളോ ഭീമാകാര ഗോപുരങ്ങളോ ഇവിടെയില്ല. പകരം മനോഹരമായ തേക്കുമരത്തിൽ നിർമ്മിച്ച ഒരു സുന്ദരമായ രാജകീയ മന്ദിരമാണ് നമ്മെ വരവേൽക്കുന്നത്. മുഴുവൻ കൊട്ടാരത്തിന്റെയും പ്രധാന നിർമ്മാണ വസ്തു തേക്കുമരമാണ്. അതുകൊണ്ട് തന്നെ 2.5 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അതിന്റെ സൗന്ദര്യം ഇന്നും നിലനിൽക്കുന്നു. കൊട്ടാരത്തെ ചുറ്റിപ്പറ്റിയുള്ള പൂന്തോട്ടവും അത്ര തന്നെ മനോഹരമാണ്. പൂക്കളും മരങ്ങളും നിറഞ്ഞ ഈ ഉദ്യാനം വേനൽക്കാലത്തെ ചൂടിൽ നിന്ന് ആശ്വാസം നൽകുന്ന ഒരു സ്വർഗം പോലെയാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ടിപ്പു സുൽത്താൻ തന്റെ വേനൽക്കാല വസതിയായി ഈ സ്ഥലം തെരഞ്ഞെടുത്തത്. ഇന്ന് ശ്രീരംഗപട്ടണം സന്ദർശിക്കുന്ന ഓരോ സഞ്ചാരിയുടെയും ദരിയ ദൗലത് ബാഗ് കാണാതെ മടങ്ങാറില്ല. കാരണം ഇതൊരു കൊട്ടാരം മാത്രമല്ല, കലയും ചരിത്രവും വാസ്തുവിദ്യയും പ്രകൃതിയും ഒത്തുചേർന്നൊരു അനുഭവമാണ്. അകത്ത് വീഡിയോഗ്രാഫി അനുവദനീയമല്ല, ഫോട്ടോസ് മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ. നിറപ്പകിട്ടാർന്ന ചുമർ ചിത്രങ്ങളാണ് ഈ കൊട്ടാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. യുദ്ധരംഗങ്ങൾ, രാജസദസ്സുകൾ, സൈനികരുടെ ഘോഷയാത്രകൾ, വിവിധ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ എല്ലാം ചിത്രങ്ങളിലൂടെ ഇവിടെ ജീവൻ പ്രാപിക്കുന്നു. കൊട്ടാരത്തിന്റെ മേൽക്കൂരയിലും തൂണുകളിലും കമാനങ്ങളിലുമെല്ലാം അതിസൂക്ഷ്മമായ അലങ്കാരപ്പണികൾ കാണാം. പൂക്കളുടെയും വള്ളികളുടെയും രൂപങ്ങൾ ഉപയോഗിച്ചുള്ള ചിത്രങ്ങൾ അന്നത്തെ കലാകാരന്മാരുടെ അസാമാന്യ കഴിവ് വ്യക്തമാക്കുന്നു. ഇന്ന് ഈ കൊട്ടാരത്തിന്റെ ഒരു ഭാഗം മ്യൂസിയമായി പ്രവർത്തിക്കുന്നു. ടിപ്പു സുൽത്താനുമായിട്ട് ബന്ധപ്പെട്ട ആയുധങ്ങൾ, ചിത്രങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ടിപ്പുവിന്റെ ജീവിതത്തെയും മൈസൂർ സാമ്രാജ്യത്തിന്റെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു അമൂല്യ ശേഖരമാണ്. ഇത് പീരങ്കികളിൽ ഉപയോഗിക്കുന്ന സ്റ്റോൺ ബോൾസ് ആണ്. 1799 ശ്രീരംഗപട്ടണം ബ്രിട്ടീഷുകാരുടെ കൈവശമായപ്പോൾ മൈസൂർ സാമ്രാജ്യത്തിന്റെ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ടിപ്പുവിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളും ഓർമ്മിപ്പിക്കുന്ന ഒരു ചരിത്ര സാക്ഷിയായി ഇത് തുടരുകയാണ്. നിങ്ങൾ ഈ കൊട്ടാരത്തിന്റെ വരാന്തയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കാലത്ത് ടിപ്പു സുൽത്താൻ നടന്ന വഴിയിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്. തൂണുകളും ചുമരുകളും ഇന്നും പഴയകാല കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ശ്രീരംഗപട്ടണത്തിലെ ഈ മനോഹരമായ വേനൽക്കാല കൊട്ടാരത്തിൽ നിന്ന് നമ്മുടെ യാത്ര തുടരുകയാണ്. കാലത്തു മുതൽ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഇഡ്ലിയും മറ്റും കഴിച്ചിട്ടാവാം നമ്മുടെ അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര. ഈ കാണുന്ന വീടുകളെല്ലാം ഒരു കാലത്ത് ബ്രിട്ടീഷ് ഓഫീസേഴ്സിന്റെ ഓഫീസുകളോ അതല്ലെങ്കിൽ താമസ സ്ഥലങ്ങളോ ആയിരുന്നത്രേ. ഈ കാണുന്ന സ്ഥലങ്ങൾ ടിപ്പുവിന്റെ കാലത്ത് കുതിരകളെ കെട്ടിയിരുന്ന സ്ഥലമായിരുന്നത്രേ. ഇതാണ് ലാൽ മഹൽ, ടിപ്പു സുൽത്താന്റെ നഷ്ടപ്പെട്ട കൊട്ടാരം. മൈസൂരിനും ശ്രീരംഗപട്ടണത്തിനും ഇടയിൽ ചരിത്രത്തിന്റെ നിരവധി അധ്യായങ്ങൾ ഇന്നും നിശബ്ദമായി നിലകൊള്ളുന്നു. അവയിൽ ഏറെ കൗതുകമുണർത്തുന്ന ഒരു പേരാണ് ടിപ്പു സുൽത്താന്റെ ലാൽ മഹൽ. ഒരു കാലത്ത് മൈസൂർ സാമ്രാജ്യത്തിന്റെ മഹത്വവും രാജകീയ പ്രൗഢിയും വിളിച്ചോതിയിരുന്ന ഒരു മനോഹര കൊട്ടാരമായിരുന്നു ലാൽ മഹൽ. ചുവന്ന നിറമുള്ള ഭിത്തികളും അലങ്കാരങ്ങളും കാരണം ഈ കൊട്ടാരത്തിന് ലാൽ മഹൽ എന്ന പേര് ലഭിച്ചതായി കരുതപ്പെടുന്നു.
ടിപ്പു സുൽത്താന്റെ ഭരണകാലത്ത് രാജകീയ ആവശ്യങ്ങൾക്കും വിശ്രമത്തിനുമായി ഉപയോഗിച്ചിരുന്ന പ്രധാന കൊട്ടാരങ്ങളിൽ ഒന്നായിരുന്നു ഇത്. 18-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിൽ മൈസൂർ സാമ്രാജ്യം ശക്തിയുടെ ഉച്ചകോടിയിലെത്തിയിരുന്ന സമയത്താണ് ഈ കൊട്ടാരം പ്രശസ്തമായത്. ടിപ്പു സുൽത്താൻ തന്റെ ഭരണകാര്യങ്ങളും വിദേശ പ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ചകളും വിവിധ ചടങ്ങുകളും ഇവിടെ നടത്തിയിരുന്നുവെന്ന് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. വിശാലമായ മുറികൾ, അലങ്കാര തൂണുകൾ, കൊത്തുപണികൾ നിറഞ്ഞ വാതിലുകൾ, മനോഹരമായ ജനാലകൾ എല്ലാം ചേർന്ന് ഈ കൊട്ടാരത്തെ അതുല്യമാക്കിയിരുന്നു. എന്നാൽ ചരിത്രം എന്നും വിജയങ്ങളുടെ കഥകൾ മാത്രമല്ല പറയുന്നത്. 1799 നടന്ന ചരിത്രപ്രസിദ്ധമായ സീജ് ഓഫ് ശ്രീരംഗപട്ടണം മൈസൂർ രാജ്യത്തിന്റെ വിധി മാറ്റിമറിച്ചു. ബ്രിട്ടീഷ് സൈന്യവും അവരുടെ സഖ്യകക്ഷികളും ശ്രീരംഗപട്ടണം ആക്രമിച്ചപ്പോൾ ടിപ്പു സുൽത്താൻ വീരമൃത്യു വരിച്ചു. ആ യുദ്ധത്തിനു ശേഷം മൈസൂർ സാമ്രാജ്യത്തിലെ നിരവധി കൊട്ടാരങ്ങൾക്കും കെട്ടിടങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ലാൽ മഹലും അതിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. കാലക്രമേണ കൊട്ടാരത്തിന്റെ ഭൂരിഭാഗവും തകർന്നു. ഒരു കാലത്ത് രാജകീയ ജീവിതത്തിന്റെ കേന്ദ്രമായിരുന്ന ഈ സ്ഥലം ഇന്ന് ചരിത്രത്തിന്റെ ഓർമ്മകൾ മാത്രം സൂക്ഷിച്ചിരിക്കുന്ന ഒരു നിശബ്ദ സാക്ഷിയാണ്. ഇന്നിവിടെ എത്തുന്ന സന്ദർശകർക്ക് കാണാൻ കഴിയുന്നത് പഴയ അടിത്തറകളുടെയും മതിലുകളുടെയും ചില അവശിഷ്ടങ്ങളാണ്. എന്നാൽ ആ കല്ലുകൾ പോലും ടിപ്പു സുൽത്താന്റെ കാലഘട്ടത്തിന്റെ കഥകൾ പറയുന്നത് പോലെ തോന്നും. ലാൽ മഹലിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ ഒരു കാലത്ത് ഇവിടെ നടന്ന രാജകീയ സമ്മേളനങ്ങളും സൈനിക ചർച്ചകളും ആഘോഷങ്ങളും മനസ്സിൽ തെളിയും. ടിപ്പു സുൽത്താൻ തന്റെ ധീരത കൊണ്ടും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ പോരാട്ടം കൊണ്ടും ലോക ചരിത്രത്തിൽ ശ്രദ്ധേയനായ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഓരോ സ്ഥലവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ വിലപ്പെട്ട അധ്യായങ്ങളാണ്. ഒരു കാലത്തിന്റെ കുത്തൊഴുക്കിൽ തകർന്നുപോയ ഈ കൊട്ടാരം ഒരു സാമ്രാജ്യത്തിന്റെ ഉയർച്ചയും താഴ്ചയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ശ്രീരംഗപട്ടണത്തിന്റെ ചരിത്രയാത്രയിൽ നിങ്ങൾ ലാൽ മഹലിന്റെ അവശിഷ്ടങ്ങൾ സന്ദർശിക്കുമ്പോൾ അത് വെറും പഴയ കല്ലുകളുടെ കൂട്ടമല്ലെന്ന് മനസ്സിലാകും. അത് ടിപ്പു സുൽത്താന്റെ സ്വപ്നങ്ങളുടെയും പോരാട്ടങ്ങളുടെയും മഹത്വത്തിന്റെയും നിശബ്ദ സ്മാരകമാണ്. കോട്ടയുടെ ഒരു പ്രധാന ഭാഗമാണ് വാട്ടർ ഗേറ്റ്. 1799 മെയ് 4 നാലാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന്റെ അവസാന ദിവസങ്ങൾ. ജനറൽ ജോർജ് ഹാരിസന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം കോട്ട ആക്രമിച്ചു. കോട്ടമതിലിൽ വലിയൊരു വിള്ളൽ ഉണ്ടാക്കി അവർ അകത്തേക്ക് കടന്നു. അപ്പോഴും ടിപ്പു സുൽത്താൻ കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം സ്വന്തം സൈന്യത്തോടൊപ്പം കോട്ടയെ സംരക്ഷിക്കാൻ രംഗത്തിറങ്ങി. വാട്ടർ ഗേറ്റിന് സമീപമാണ് നിർണായകമായ ഏറ്റുമുട്ടൽ നടന്നത്. പുക കൊണ്ടും തോക്കു ശബ്ദങ്ങൾ കൊണ്ടും യുദ്ധഭൂമി നിറഞ്ഞു. ഈ പോരാട്ടത്തിനിടയിലാണ് ടിപ്പു സുൽത്താൻ ഗുരുതരമായി പരിക്കേറ്റ് വീണത്. ഇനി നമ്മൾ സന്ദർശിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സ്ഥലമാണ്. ശ്രീരംഗപട്ടണ കോട്ടയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ടിപ്പു സുൽത്താന്റെ മരണസ്ഥലം. ഇത് വെറും ഒരു സ്മാരകമല്ല, ഒരു സാമ്രാജ്യത്തിന്റെ അവസാന അധ്യായം എഴുതപ്പെട്ട മണ്ണാണിത്. ഒരു രാജാവ് തന്റെ രാജ്യത്തിനു വേണ്ടി അവസാന ശ്വാസം വരെ പോരാടിയ സ്ഥലമാണിത്. ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു നോക്കൂ. ചുറ്റും യുദ്ധത്തിന്റെ ശബ്ദങ്ങൾ മുഴങ്ങുന്നു. കുതിരകളുടെ കുളമ്പടി, പീരങ്കികളുടെ ഗർജനം, സൈനികരുടെ പോരാട്ട വിളികൾ. ആ കലാപത്തിനിടയിൽ തന്റെ രാജ്യത്തെ സംരക്ഷിക്കാൻ ജീവൻ പണയം വെച്ച ഒരു ഭരണാധികാരിയുടെ അവസാന നിമിഷങ്ങൾ ഇവിടെ നടന്നിരുന്നു. ടിപ്പു സുൽത്താനെ കുറിച്ച് ചരിത്രത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ഒരു കാര്യം എല്ലാവരും അംഗീകരിക്കുന്നു: അദ്ദേഹം ധീരനായ യോദ്ധാവായിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു യാത്രയുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.